പ്രിയമുള്ളവരെ, നിങ്ങൾ 18 വയസ്സ് തികഞ്ഞവരാണോ? വോട്ടവകാശം നിങ്ങൾക്ക് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. ഞാനിവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോലെ വോട്ടർ എൻറോൾമെൻറ്റ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ലഭിച്ചു. അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നു. അപ്പോൾ ഈ വെബ്സൈറ്റിലെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോണിനെ ഒരു ലാപ്ടോപ്പ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടി ഈ വലതുഭാഗത്ത് ടോപ്പിലെ ഈ കോർണറിൽ ടച്ച് ചെയ്ത ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിനെ ഡെസ്ക് ടോപ്പ് വെബ്സൈറ്റാക്കി മാറ്റണം. അതിനായി ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊബൈൽ ഫോണിനെ കമ്പ്യൂട്ടറിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ടാബ് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഇതാ ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്ന ലിങ്കിൽ ഫോം 6 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വോട്ടവകാശം ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും. അതിനായി ആവശ്യമായ കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യമായി നിങ്ങളുടെ കുടുംബത്തിലൊരാളുടെ സീരിയൽ നമ്പർ വേണം. അതുപോലെ തന്നെ പാർട്ടി നമ്പറും വേണം. അതോടൊപ്പം നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ആധാർ നമ്പർ തുടങ്ങിയവയാണ് ആവശ്യമായ രേഖകൾ. അതിന് വേണ്ടിയിട്ട് ആദ്യം സെർച്ച് ഇൻ ഇലക്ടറൽ റോൾ എന്നെടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലി മെമ്പറുടെ റോൾ നമ്പർ എത്രയാണ്, അപ്പോൾ അവരുടെ വോട്ടർ ID കാർഡ് നമ്പർ ഇവിടെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അങ്ങനെ ഈ ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ടർ ID കാർഡും സ്റ്റേറ്റും കൊടുത്ത് ക്യാപ്ച ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ വോട്ടർ ID സീരിയൽ നമ്പറും പാർട്ടി നമ്പറും, അതായത് നിങ്ങളുടെ ബൂത്ത് നമ്പറും ലഭിക്കും. ആ ഡാറ്റ നിങ്ങൾക്ക് സൈറ്റിൽ സബ്മിറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഫാമിലി എല്ലാവരും ഒരേ ഏരിയയിൽ വരുന്നതിന് വേണ്ടി, ഓരോ പാർട്ടിയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ അങ്ങനെ ഈ ഫോം 6 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഈ ക്യാപ്ച കോഡും സബ്മിറ്റ് ചെയ്ത് റിക്വസ്റ്റ് OTP ടച്ച് ചെയ്യണം. അപ്പോൾ വരുന്ന OTP സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ഒരു സിമ്പിളായ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിനുള്ള രജിസ്ട്രേഷൻ ആവുകയാണ്. അപ്പോൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ആധാർ നമ്പർ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വോട്ടറായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടും. നിങ്ങൾക്ക് വേണ്ട വോട്ടർ ID കാർഡും നിങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ അവസരം